എന്താണ് ഈ ദുരന്തങ്ങൾക്കുള്ള കാരണം? എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം? എന്താണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അദാബുകൾ, പടച്ചറപ്പിന്റെ അദാബുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി പേമാരികളെ പോലെ നമ്മളെ തേടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ ഫാഹിലുഹാ മഅസൂമുന മിനൽ ബലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അവസ്ഥയാണ്. നാല് വിഭാഗത്തെ നോക്കിയാൽ പല നാടുകളിലും കാണാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കയ്യിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. നാലിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് നാടുകളിൽ കാണാതെ പോയിരിക്കുന്ന, ഇന്ന് നാടുകളിൽ കാണാൻ കഴിയാത്ത നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുന്നു സഹാബ. ഇന്ന് നാടുകളിൽ കാണാൻ കഴിയാത്ത നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരികൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയാനില്ല. ഇന്ന് നീതിമാനായ ഭരണാധികാരികളെ ഇന്ന് കാണാൻ കിട്ടുന്നില്ല. അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണമെന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവനും നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. നീതിമാനായ ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ഒരു ഭരണാധികാരിയെ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ തെരഞ്ഞു നോക്കിയാൽ നമുക്കിന്ന് കാണാൻ കഴിയില്ല. ലോകത്തിന്റെ കാര്യം പോകട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്ക്. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? എന്തിനാ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കാര്യം പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്ക്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്തിനാണ് രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇന്ന് പടച്ചവന്, ഇന്ന് നിയമങ്ങളെ മുഴുവനും നമ്മളെ നോക്കിയിട്ട്, പലതാ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ കാര്യം പറയണ്ട, രാജ്യത്തിന്റെ കാര്യവും പറയണ്ട. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനുമില്ല. ഇനി മുകളിലിരിക്കുന്ന റബ്ബ് തന്നെ തീരുമാനിക്കണം. അല്ലാഹുവിന്റെ സഹായമല്ലാതെ നമുക്കിനി ഒന്നുമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് രാജ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. മുസ്ലിമീങ്ങളുടെ സർവ്വകാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരിടമാണ് ഞാനും നിങ്ങളും അവസാനം പോയി കിടക്കുന്ന പള്ളിപ്പറമ്പ്. അല്ലാഹുവിന്റെ പള്ളികൾ തന്നെ എടുത്ത് നോക്ക്. പടച്ചറപ്പിന്റെ ഭവനങ്ങൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ പോലും പടച്ചവനെ ഇന്ന് അവിടെയും നീതി നടക്കുന്നത് കാണാറില്ല. ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയൊക്കെ ഭരണമായി മാറിയിരിക്കുകയാണ്. പള്ളികളുടെ പരിപാലനമല്ല, ഇന്ന് പള്ളികളുടെ പരിപാലനമല്ല, പള്ളിയിൽ നടക്കുന്നത് ഭരണമാണ്. എന്റെ പ്രിയമുള്ളവരെ, പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഇലക്ഷൻ നടക്കുന്നത് പോലെ അല്ലാഹുവേ, പള്ളികളുടെ സമ്പാദ്യം എടുത്തിട്ട്, പള്ളിയുടെ സ്വത്ത് വഖഫ് പണം എടുത്തിട്ട് പടച്ചവനെ ഇലക്ഷൻ നടത്തുന്ന കാലമാണ്. അല്ലാഹുവേ, ഇലക്ഷന് വീട്ടിൽ കയറി പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാറ്, പള്ളികളുടെ സെക്രട്ടറി ആകാറ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഇന്ന് ജനങ്ങൾ പണം കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന കാലമാണ്.
അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ, അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ പള്ളിയുടെ അധികാരത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ ഭവനത്തിനകത്ത് കിടന്ന് തമ്മിലടിക്കുന്നത് നമ്മൾ കാണുന്നവരാ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരികൾ ഇന്ന് പള്ളിക്കകത്തുമില്ലാതിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയുടെ കാര്യവും പോകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ അകത്തും ഇന്ന് നീതി നടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലെ നീതിമാനായ ഭരണാധികാരിയാകാൻ വാപ്പയ്ക്ക് കഴിയുന്നില്ല. പടച്ചവനെ, നമ്മുടെ വീടിന്റെ അകത്തും നീതി നടക്കുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയുടെ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ ഇതിനെക്കുറിച്ച് അല്ലാഹു പരലോകത്ത് വെച്ച് നിങ്ങളോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ, അല്ലാഹുവേ പടച്ചവനെ, നിന്റെ വീടിന്റെ അകത്ത് നീ നീതി പുലർത്തുന്ന ഒരു വാപ്പയാണ്, നീ നീതി പുലർത്തുന്ന ഒരു ഭർത്താവാണ് എന്ന് പറയാൻ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഏത് കാര്യമെടുത്ത് നോക്കിയാലും, ഏത് വിഷയമെടുത്ത് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ പരാജയത്തിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു ചെന്നു. അതാ വീടിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്നിട്ട് വന്ന സ്വഹാബികളോട് പറഞ്ഞു, എല്ലാവരും വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ. വന്ന സ്വഹാബികളോട് പറഞ്ഞു, വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ. സ്വഹാബികളെല്ലാവരും പുറത്തു നിൽക്കുകയാണ്. വീടിന്റെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അവര് കയറുന്നില്ല. എല്ലാവരും വീടിന്റെ പുറത്തു നിൽക്കുമ്പോ വീട്ടിലെ വേലക്കാരിയായ, വീട്ടിലെ ഖാദിമത്തായ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാ, എന്തേ നിങ്ങളെ കയറിയിരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാത്തത്, എന്തേ നിങ്ങളെ കയറിയിരിക്കാത്തത്? എന്നിട്ടും സ്വഹാബികൾ മുഴുവനും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. അവൻ അവസാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബ, നിങ്ങളെന്തേ ഞാൻ അനുവാദം തന്നിട്ടും എന്റെ വീടിന്റെ അകത്ത് കയറിയിരിക്കാത്തതെന്തേ, എന്തേ നിങ്ങൾ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ അവിടെ നിന്ന് പറയുന്നു, മസ്ഊദ് തങ്ങളെ, സുബ്ഹി കഴിഞ്ഞ സമയമാണല്ലോ, മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും, പെൺമക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഈ ചെറിയ വീടിന്റെ അകത്തേക്ക് ഞങ്ങളെങ്ങാണം പെട്ടെന്ന് കയറി വന്നാൽ അതവർക്ക് പ്രയാസമാകുമല്ലോ, അതവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്ന് നിൽക്കുന്നതെന്ന്, ഞങ്ങളുടെ വീടിന്റെ വെളിയിൽ നിന്നതെന്ന് സ്വഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബ, ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ സഹാബ? ഒരിക്കലുമില്ല സഹാബ, ഒരിക്കലുമില്ല സഹാബ. മരിക്കുന്ന കാലം വരെ ഇബ്നു മസ്ഊദ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും മക്കളും സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാകും. എന്റെ മക്കൾ ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാകും. അല്ലാതെ അവര് വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളല്ല. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വാപ്പയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞ ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കുന്നവരാ. പക്ഷേ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാൻ
ചോദിക്കാറുണ്ടോ? പ്രായപൂർത്തിയായ 15-20 വയസ്സുള്ളവർ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ അടിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിന്റെ മക്കളെ തല്ലിയിട്ടുണ്ടോ? ഒന്ന് വഴക്ക് പറയാ തയ്യാറായിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ നല്ലവരാണ്. നിങ്ങളെ ചിന്തിച്ചു നോക്ക്. നീ ചെലവിന് കൊടുക്കുന്ന, നീ മകർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത്? നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നീ നീതിയാണോ കാണിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അൻഫുസകും വഅഹ്ലീകും നാറാ ായി തള്ളിക്കളയുന്ന വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മക്കളെ ഉപദേശിക്കുന്ന എത്ര വാപ്പമാരാ ഉള്ളത്, മക്കളെ ഉപദേശിക്കുന്ന എത്ര ഉമ്മമാരാവുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് എനിക്ക് പറയാറുള്ളത്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ പോലെ ആകണം ഓരോ ബാപ്പയും. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ അടുത്തേക്ക് വിളിക്കുകയാണ്, തന്റെ ചെറിയ മകനെ അടുത്തേക്ക് വിളിക്കുകയാണ്. യാ ബുനയ്യ, തന്റെ പൊന്നാര മകനെ സ്നേഹത്തോട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ ഉപദേശിക്കുകയാണ്, തന്റെ പൊന്നുമകനെ ഉപദേശിക്കുകയാണ്. തന്റെ പൊന്നാര മകനൊരു പിതാവ് 3 ഉപദേശമാണ് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട 3 ഉപദേശമാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിട്ട് അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? പൊന്നുമോനെ, ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിൻ വുദൂഅക. ഒരു പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നുമകൻ വുദൂ നല്ലതുപോലെ എടുക്കണേ മോനെ, എന്റെ പൊന്നുമോന് നല്ലതുപോലെ വുദൂ എടുക്കണേ. മഹാനായ ഇബ്നു മസ്ഊദ്, മഹാനായ സഹാബി അവിടെ നിന്ന് തന്റെ പൊന്നാര മകന് ഒന്നാമത്തെ ഉപദേശമാ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, വുദൂവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി വേണം വുദൂവെടുക്കാൻ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്റെ പൊന്നാര മകന് പിതാവ് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, വുദൂവെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? മോനെ, വുദൂവെടുക്കുന്നതെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നീയെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറയുന്നു, മോനെ, വുദൂവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ, മോനെ, വുദൂവെടുക്കുന്നത് പടച്ചവനെ കാണാനാടാ. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ വുദൂവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി വുദൂവെടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവര്, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? നിസ്കാര തലമ്പല്ല, താടിയുടെ നീളമല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അതിന്റെ കരയിൽ പോയി നിൽക്ക്, വുദൂവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി വുദൂവെടുക്കുന്നത് കണ്ടാൽ ആ മനുഷ്യന് ഈമാനുള്ളതിന്റെ അടയാളമാണ്. ആ മനുഷ്യന് ഈമാനുള്ളതിന്റെ അടയാളമാണ്. എന്റെ പ്രിയമുള്ളവരെ, വുദൂവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി വുദൂവെടുക്കല് അതാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. തന്റെ പൊന്നുമകനോട് പറയുന്ന, മോനെ, പ്രയാസമുള്ള സമയത്തിലും എന്റെ പൊന്നുമകന് സൂക്ഷ്മതയോടുകൂടി വേണം വുദൂവെടുക്കാൻ. എന്റെ പൊന്നുമകന് ധൃതി കാണിക്കാൻ പാടില്ല, എന്റെ പൊന്നുമോൻ അലസത കാണിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അവിടെ
പറഞ്ഞു കൊടുക്കുന്ന മോനെ, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, ആ മഹ്ശറയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. പടച്ചവന്റെ അർശിന്റെ തണല് മാത്രമേ ഉള്ളൂ, അല്ലാഹുവിന്റെ അർശിന്റെ തണല് മാത്രമുള്ള പരലോകമുണ്ടല്ലോ. അന്ന് പ്രയാസത്തിന്റെ സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഉൾപ്പെടുത്ത മനുഷ്യ, നിനക്ക് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ച റബ്ബ് നിനക്കൊരിടം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത തണുപ്പുള്ള സമയത്ത് പോലെ പടച്ചവനെ അലസത കാണിക്കാതെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ ആ പടച്ചവനെ കാണാനാണ് ഉളവെടുക്കുന്നതെന്ന ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനതാ സൂക്ഷ്മതയോടുകൂടി ഉളവെടുത്താൽ നാളെ അവന് പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു സ്ഥാനം കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ തന്റെ പൊന്നാര മകനോട് പറയുന്നു, മോനെ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. വാപ്പ തന്റെ പൊന്നാര മകനോട് പറയുന്നു, മോനെ, ഒന്നുപെടുത്തു കഴിഞ്ഞാൽ ആ ഒന്നുവ് നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്നതാ. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ഈ പാപം എവിടെ കൊണ്ട് കഴുകിക്കളയുമെന്ന് ചോദിക്കുന്നവര്, ഈ പാപം എവിടെയാണ് കൊണ്ട് കഴുകിക്കളയുന്നതെന്ന് ചോദിക്കുന്നവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ഹാജിമാര് കടന്നു ചെന്ന് പടച്ചവനെ മിനയിലിരിക്കുന്ന സമയമാണ്. ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവർ കഴുകിക്കളയുമ്പോ നമുക്കും അല്ലാഹു അവസരം തരികയാണ്. പാപങ്ങൾ കഴുകിക്കളയാനുള്ള എളുപ്പ വഴി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികൾക്ക് ഉളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഉളുവെടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. അവസാനം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്, സഹാബാ, ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അതാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്നേഹത്തോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മോനെ, ഉളുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം ഉളുവെടുക്കാൻ. സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കണേ, ഇല്ലെങ്കിൽ വരുന്ന നഷ്ടം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ ഉളുവെടുക്കാതെ പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് ഞാനും നിങ്ങളും നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിയാൽ, അല്ലാഹുവേ, ഉളുവില്ലാതെ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കളിയാക്കലാണല്ലോ, പടച്ചവനെ കളിയാക്കലാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഉളുവില്ലാതെ കയറി നമസ്കരിക്കുന്നത് പടച്ച റബ്ബിനെ കളിയാക്കലാ. അങ്ങനെ ഞാനും നിങ്ങളും അല്ലാഹുവിനെ കളിയാക്കിയാൽ അല്ലാഹു നമ്മളെയും കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. പടച്ചവൻ നമ്മളെയും കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. ഏത് രംഗമെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും ചാരത്ത് വന്നിരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും ചാരത്ത് വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ പറയാ നമുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം പറഞ്ഞ സ്വർഗം കിട്ടുമല്ലോ, അത് പറയണമെന്ന ആഗ്രഹത്തോട് നമ്മൾ പറയാ ശ്രമിക്കുമ്പോ അല്ലാഹു നമ്മളെ കളിയാക്കി കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതാ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഉളുവെടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഉളുവെടുക്കണേ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ,
എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ? ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുവോ? മോനെ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ. ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ്. അങ്ങനെ ഒരു ധാരണയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കേണ്ടതെന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, കാരണം നമസ്കാരം എന്ന് പറയുന്നത് പടച്ച റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ഏത് വാപ്പയാണ് നമസ്കരിക്കാൻ പോകുന്ന മകനോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ, നീ അല്ലാഹുവിന്റെ മുന്നിലാണ് പോയി നിൽക്കുന്നത്. നീ അവിടെ നിന്ന് കളിക്കല്ലേ, അവിടെ നിന്ന് തമാശ കാണിക്കല്ലേ, അവിടെ നിന്നുകൊണ്ട് നീ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യല്ലേ. മോനെ, നീ പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടടാ. ഏത് വാപ്പയാ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, തന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കുന്നതിന് പകരം പള്ളിയിൽ പോകുന്ന സമയത്ത് പോലും തന്റെ പൊന്നാര മക്കളെ വിളിച്ചുണർത്തിയിട്ട് നമസ്കരിക്കാൻ പറയാത്ത വാപ്പമാരാ. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട്, ഉമ്മമാരോട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും മക്കളെ ഇഷ്ടപ്പെടുന്നവരാണ്, മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? മക്കൾ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലോ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളോട് ഒരു കടുകുമണിയുടെ അളവെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ ഈ ദുനിയാവിൽ മറ്റവന്റെ മുന്നിൽ ആളുടെ മുന്നിലും കൈനീട്ടാതെ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാതെ അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി നിങ്ങളുടെ മക്കളും മരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയുമോ? നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വാ. ഇത് അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്? മാതാപിതാക്കള് മക്കളെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും തന്റെ മക്കളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമസ്കരിക്കുന്നവർക്ക് 2 പ്രതിഫലമുണ്ട്, നിസ്കരിക്കുന്നവർക്ക് 2 പ്രതിഫലമുണ്ട്. തന്റെ മക്കളെ നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര് അല്ലാഹു തരുന്ന 2 പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? ലാ നസ്അലുക റിസ്കാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, നമസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാമെന്ന് പടച്ച റബ്ബ് ഏറ്റിരിക്കുകയാണ്. നിന്റെ മക്കൾ നന്നാകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ മക്കളോട് നമസ്കരിക്കാനല്ലേ പറയേണ്ടത്? മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നല്ല മരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. എത്രയോ പേര് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നത് നീ കണ്ടതാണ്. നിനക്കും ആഗ്രഹം തോന്നിയിട്ടില്ലേ? നിനക്കും അതുപോലെ മരിക്കണമെന്ന് മോഹമില്ലേ? എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? നമസ്കരിക്കുന്നവന് നല്ല മരണം ഞാൻ തരാ. ഇത് അല്ലാഹുവല്ലേ പറഞ്ഞത്? വാപ്പാ, രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പോകുന്ന വാപ്പാ, നിന്റെ പൊന്നുമകനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടിട്ട് എന്റെ പൊന്നുമകന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുവോ? നിന്റെ മക്കളെയും കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്ന വാപ്പയാകാ തീരുമാനിക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമസ്കരിക്കുന്ന സമയത്ത് മോനെ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാടാ. സലാം വീട്ടി കഴിഞ്ഞാൽ നീ മരിച്ചു പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിസ്കരിക്കാൻ അവസരമില്ല. ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ധാരണയോടുകൂടി വേണം എന്റെ മകൻ നമസ്കരിക്കാൻ. ഒരു വാപ്പ തന്റെ മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശമാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ മോനെ? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാ മോനെ. അല്ലാഹുവേ, ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതിനേക്കാളും ഒരു നല്ല ഉപദേശമേനാവുള്ളത്? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. എന്റെ പൊന്നുമകൻ ആർത്തി കാണിക്കരുത്, അത്യാഗ്രഹിയാകരുത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും മോനെ. ഇതല്ലേ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതല്ലേ ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്? പക്ഷേ ഇന്ന് ചെയ്യുന്നതെന്ത്? 10 വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട് ഒരു വാപ്പയും ഉമ്മയും ആദ്യം പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല, മുത്തുനബിയെ കുറിച്ചല്ല, ഇസ്ലാമിനെ കുറിച്ചല്ല. എല്ലാ മക്കളോടും ഏകദേശമുള്ള മാതാപിതാക്കളും കുഞ്ഞുമക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് ആദ്യമായിട്ട് കുത്തിവെക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാ. മോനെ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ലോകത്ത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് മാതാപിതാക്കൾ കുത്തിവെച്ച് കൊടുക്കുന്ന ഒരു വിഷവാ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് നമ്മുടെ മക്കള് കള്ള് കച്ചവടം ചെയ്യുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്. അല്ലാഹുവേ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള വളർന്ന വഴികൾ മുഴുവനും തേടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, സ്വഹാബിയെ പോലെയാണ് നിങ്ങൾ ആകേണ്ടത്. അവസാനം അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്ത് വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിരുത്തുകയാണ്. തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മരണത്തിന്റെ അവസാന സമയത്ത് കൊടുത്ത ഒരു ഉപദേശമുണ്ടല്ലോ. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. പടച്ചവനെ, നമ്മുടെ വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിലില്ല എന്നുള്ളത് എല്ലാ മക്കൾക്കും അറിയാം. പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് അതറിയില്ല. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്ത് വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചടുത്തിരുത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മക്കളെ, വാപ്പാനെ വെറുപ്പാണോ? വാപ്പയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ മക്കളെ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിലൊന്നുമില്ല മോനെ. കിട്ടിയതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. വാപ്പാടെ കയ്യിൽ 5 നയാ പൈസ എടുക്കാറില്ല. ഇത് പറയുന്നത് ചെറിയ മക്കളോടാണ്. പിഞ്ചു മക്കളെ പിടിച്ചെടുത്തിരുത്തിയിട്ട് വാപ്പ പറയുകയാ, വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? ഞാനെങ്ങാണം ഈ കടപ്പിൽ കിടന്നങ്ങ് മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് പൊതിയാൻ കഫം തുണി വാങ്ങാൻ 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ,
മരിച്ചുപോയാൽ എന്നെ മയ്യത്ത് പൊതിയാ തുണി വാങ്ങാൻ പോലും 1 രൂപ എന്റെ കയ്യിലില്ല. എന്നിട്ട് പറയുകയാ, എന്നെ പൊതിയാൻ ഒരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാറില്ല. ഇതാണ് വാപ്പയുടെ അവസ്ഥ, ഇതാണ് വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് വാപ്പയുടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുപോയി വെക്കണം. അതാ ഉംറ കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ എന്റെ മക്കളോ പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. മയ്യത്ത് പുതിയ തുണി വാങ്ങാ പൈസയില്ല, അതാ പുതിയാനൊരു നല്ല തുണിയുമില്ല എന്ന് പറയണം. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് വാപ്പാനെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കളെ. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുത്തു, അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഇല്ലാത്തതിന്റെ കാര്യം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടെ നിന്ന് ഷഹീദാകുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവിടുത്തെ മയ്യത്ത് വാപ്പ പറഞ്ഞതുപോലെ മക്കള് ചെയ്യുകയാണ്. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കളിങ്ങനെ ഉംറ കഴിഞ്ഞ് വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാ, ഉംറ കഴിഞ്ഞ് വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാണ്. അതാ ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, ഉംറ കഴിഞ്ഞൊരു സംഘം കടന്നു വരികയാണ്. അവരുടെ നേതാവാരാ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ചവനെ തന്റെ പൊന്നാര മക്കള് വാപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. ജനാസ പുതിയ തുണിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയുമില്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പയെ കഥ കഫം പൊതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് മക്കള് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ഒരു വാപ്പയാകേണ്ടത്. നിന്റെ കയ്യിലില്ലെങ്കിൽ അത് നിന്റെ മക്കൾക്ക് നീ അറിയിക്കണം. ഇല്ല എന്നുള്ള സത്യം നിന്റെ മക്കൾ അറിയണം സഹോദരാ. അല്ലാതെ മക്കള് ചോദിക്കുന്നത് മുഴുവനും വാരിക്കൂര് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കള് നമ്മളുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത്. അവര് തലതിരിഞ്ഞു പോകുന്നത്, അവരാവശ്യമില്ലാത്ത വഴികൾ തേടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ ഏതാണെന്ന് ചെറുപ്പക്കാര് തിരയുകയാണ്. എന്തിനാടാ യുവത്വേ പണത്തിനെ ഇത്ര ആഗ്രഹിക്കുന്നത്? എന്തിനാ പണത്തിനോട് ഇത്ര ആർത്തി കാണിക്കുന്നത്? പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം നിന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ എത്ര പണമുണ്ടായിരുന്നു നിന്റെ വാപ്പയുടെ കയ്യില്. പക്ഷേ നിന്റെ വാപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുമോന്? നീ വാങ്ങിക്കൊടുത്ത 3 കച്ചം വെള്ള തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് വെറും കയ്യോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ സ്വഹാബികളുടെ മുന്നിൽ ഇരിക്കുമ്പോ നബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. നബിയുടെ കണ്ണിലൂടെ കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, മിസ്അബേ, നിന്റെ പഴയ കാലം ഓർത്തുപോയി മിസ്അബേ.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാണ് ബിസ്സബെന്നറിയുമോ? പൊന്നുമോന്, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് ബിസ്സബ്. ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് ബിസ്സബ്. ബിസ്സബ് റളിയല്ലാഹു തആല അൻഹു സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിക്കാറ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല. പക്ഷേ ബിസ്സബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. അതാ ബിസ്സബ് കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ റോഡിൽ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ വീട്ടിൽ നിന്നടിച്ചു പുറത്താക്കുമ്പോ ബിസ്സബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ ബിസ്സബേ, നീ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ ബിസ്സബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം അങ്ങൂരുകയാണ്. ആ സ്വർണ്ണത്തിന്റെ വസ്ത്രം ഊരിയിട്ട് തന്റെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ, ഇത് നിങ്ങളുടെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിയതാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞതെന്നറിയുവോ? എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയുവോ? സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച ബിസ്സബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടക്കുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. തന്റെ ശരീരത്തൊരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പാട്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പും ധരിച്ചു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിസ്സബേ, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് ബിസ്സബേ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയേ. എനിക്ക് സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഈ സഹാബികളുടെ ജനാസ സഹാബികളെ പൊതിയുന്നതിന് വേണ്ടി എടുത്തു വെക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവന്നു. അവര് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ. കാല് മറയ്ക്കുമ്പോ തലവെളിവാവുകയാണ്, തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കഫൻ തുണി പോലുമില്ല. അവസാനം അവിടെ നിന്ന് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. അവസാന പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിന്റെ ഭാഗം മറച്ചിട്ടു. അവിടെ നിന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് മുത്തുനബി പറഞ്ഞതെന്നറിയോ? നഫ്സഹു ബുത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മോനെ, മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പെട്. അല്ലാഹു നീ മരിക്കുന്ന കാലം വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. നീ കഴിക്കേണ്ട ഭക്ഷണമുണ്ടല്ലോ, നിനക്ക് സംഭവിക്കേണ്ട കാര്യമുണ്ടല്ലോ, നിനക്ക് കിട്ടേണ്ട പണമുണ്ടല്ലോ, ഇതെല്ലാം ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് നീ എന്തിനാ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാലും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത് മരിക്കുന്ന കാലം വരെ നിനക്ക് കിട്ടും മോനെ. അതുകൊണ്ട് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. അത് ദാരിദ്ര്യത്തിനെ വലിച്ചു കൊണ്ടുവരുമെന്ന് മഹാനായ
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു നീതിമാനെ പോലെ തന്റെ പൊന്നാര മകനോടുള്ള ബാധ്യത പോലെ തന്റെ പൊന്നാര മകനെ ഉപദേശിച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത്. ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത്. നബി പറഞ്ഞു സഹാബ ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ